കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞ പടത്തിന്റെ ഒരു കോൺട്രവേഴ്സി ആയിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ഒരു റൈറ്റർ, മലയാള ഫിലിം ഇൻഡസ്ട്രിയിലെ ഒരു റൈറ്റർ നിഷാദ് കോയ എന്ന് പറഞ്ഞ ഒരാൾ നമ്മുടെ ഫേസ്ബുക്കിൽ പുള്ളിന്റെ ആ പടത്തിന്റെ കഥ തലേ ദിവസം തന്നെ പോസ്റ്റ് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ അണിയറ പ്രവർത്തകർ പറയുന്ന ഒരു ഇത് ഞങ്ങളെ കൊണ്ട് പറഞ്ഞിട്ടില്ല. ഇത് പെട്ടെന്നൊരു ദിവസം തലേ ദിവസം വന്നിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്തത് ശരിക്കും മലയാള ഫിലിം ഇൻഡസ്ട്രീനെ തന്നെ ബാധിക്കുന്ന ഒന്നാണ്. അത് ഞങ്ങളെ തന്നെ പേഴ്സണലി ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ഇത്രയും ഒരു മുതൽ മുടക്കിൽ ഒരു പടം എടുക്കുന്ന സമയത്ത് അത്രത്തോളം വലിയ നഷ്ടങ്ങൾ ചിലപ്പോൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ അതിന്റെ പ്രൊഡ്യൂസറും നായകനും സംവിധായകനും എല്ലാവരും കൂടി ഒന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിളിച്ച് പറഞ്ഞ് സംസാരിച്ചിട്ടില്ല. ഇങ്ങനെ വലിയൊരു കണ്ടന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ വിളിച്ച് സംസാരിക്കേണ്ടതാണ്. അപ്പോൾ നിയമ നടപടികൾ സ്വീകരിച്ചിട്ട് അതിന് പോയി കഴിഞ്ഞാൽ അതിന്റെ സിമിലാരിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ചെയ്തു കൊടുക്കുക. എല്ലാന്നുണ്ടെങ്കിൽ പടം റിലീസ് ചെയ്യുന്നതിനനുബന്ധിച്ചിട്ട് അവർ തമ്മിൽ ഒരു ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു ഇൻഫർമേഷനും കൂടി ഇല്ലാതെ ഇങ്ങനെ ചെയ്തത് വളരെ മോശമായി പോയി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ലിസ്റ്റിൻ സ്റ്റീഫനും എല്ലാവരും പറയുന്നത്. അതിൽ നായകനും സംവിധായകനും എല്ലാവരും പറയുന്നത് അങ്ങനെയുള്ള കാര്യമാണ്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിഷാദ് കോയന്റെ ഒരു പ്രതികരണം കൂടി കേട്ടതിന് ശേഷം നമുക്കിത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ടൊരു വിലയിരുത്താൻ ആരുടെ ഭാഗത്തെ തെറ്റ് എന്നുള്ള കാര്യം നോക്കിയിട്ട് നമുക്ക് വിലയിരുത്താം എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയുന്നുണ്ടായിരുന്നു. ഇപ്പം നിലവിൽ നിഷാദ് കോയ എന്ന് പറഞ്ഞ ആൾ ഇപ്പോൾ നിലവിൽ ആ റൈറ്റർ ഇപ്പോൾ നിലവിൽ ഒരു ഇന്റർവ്യൂ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ എന്താണ് അവസ്ഥ എന്നുള്ളത്, കാരണം ഡിസ്റ്റൻസ് ഇപ്പം പറഞ്ഞ് എന്നെ വിളിച്ചിട്ടില്ല, സംസാരിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല എന്നുള്ളത് ഞാൻ ഇപ്പോഴും പറയുകയാണ്. അങ്ങനെ വല്ല ഒരു സിമിലാരിറ്റി വല്ലതും നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിലവിൽ ഒരു നിയമ നടപടികൾ സ്വീകരിക്കുക, പോവുക, അല്ലെങ്കിൽ പ്രൊഡ്യൂസർമാരായിട്ടോ അല്ലെങ്കിൽ ഡയറക്ടറായിട്ടോ സംസാരിച്ചിട്ട് അതിൻ്റെതായ ലെവലിൽ പോവുക എന്ന് തന്നെയാണ് ഞാൻ അവിടെ പറയേണ്ടായിരുന്നത്. അപ്പോൾ അവര് നമ്മുടെ ലിസ്റ്റിൻ സ്റ്റീഫൻ പുള്ളിക്കാരൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. ഒരു പറഞ്ഞിട്ട് അപ്പം നമ്മളെല്ലാരും വിളിച്ചുകൊണ്ടിട്ടോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ, എന്താ നിങ്ങളുടെ ഒരു അഭിപ്രായം, എന്തെല്ലാം ഈവൻ ചോദിക്കാനൊരു കാര്യം. അഖിലിപ്പോ സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾ, അഖിലിനെ പോലെ എത്രയോ പേരുണ്ട്. ഞാനും നടന്നത്, നമ്മുടെ ഉള്ളിൽ എത്രയോ കഥകൾ വരുന്നുണ്ട്. ഇതിലൊക്കെ ഈ പറഞ്ഞ തീം ഉണ്ടാവില്ലേ? പക്ഷെ ദാറ്റ് ഇസ് ഡിഫറെന്റ്. നമുക്ക് എന്ന് കരുതി ആരാദ്യം ചെയ്യുന്നു അവിടെ. ഇപ്പൊ ഞാൻ ചെയ്താണ് ക്വീൻ, എന്റെ ഒപ്പം ഉണ്ടായിരുന്ന ചങ്സ് ഓമറിന്റെ, ശരിയല്ലേ? ഇത് രണ്ടും ഒരേ പ്രമേയല്ലേ? മെക്കറാണ്. വേറൊരു സിനിമയുണ്ടായിരുന്നു മെക്കറാണി എന്ന് പറഞ്ഞ അനൗൺസ് ചെയ്തു. എനിക്ക് കൃത്യമായിട്ട് അറിയാം, 3 സിനിമകൾ പാരലി വന്നു വെച്ച് പ്രേക്ഷകരെല്ലാം എടുക്കും. പ്രേക്ഷകർക്ക് അത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മളിത് കൊടുക്കാൻ വേണ്ടി തയ്യാറായിട്ട് മെയ് 1 പറഞ്ഞു കഴിയുമ്പോൾ തലേ ദിവസം അത് പറയുന്നത് അല്ല, അത് ഞങ്ങളുടെ ഒരു സിനിമ ഇൻഡസ്ട്രിക്ക് തന്നെ ഒരു നാണക്കേടായിപ്പോയി. കാരണം എന്താന്ന് വെച്ചാൽ ഞങ്ങൾ ഇത്രയും ഒരു ഇൻവെസ്റ്റ് ചെയ്ത ഒരു സിനിമ ഇത്രയും പ്രൊമോട്ട് ചെയ്ത് നാളെ റിലീസ് ബഡ്ജറ്റ് ആയിട്ടുള്ള ഒരു സിനിമ നാളെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നു. തലേദിവസം രാത്രിയിൽ അയാളുടെ ഫേസ്ബുക്കിൽ കൂടെ എഴുതിയേക്കുവാണ്, നാളെ റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമയുടെ കഥ ഞാൻ ഇപ്പോഴേ ഒന്ന് പറയട്ടെ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കഥ പറയുകയാണ്. ഞാൻ പറയാം, അങ്ങനെയാണോ ഒരു സിനിമയിൽ? അവനും ഇത്രയും പടങ്ങൾ ചെയ്ത ഒരു റൈറ്റർ അല്ലേ, ഇത്രയും സിനിമകൾ ചെയ്ത ഒരു റൈറ്ററാണ്. ഇങ്ങനെയാണോ ഒരു കാര്യത്തിനെ ഫേസ് ചെയ്യേണ്ടത്? ചെയ്തത് ശരിക്കും തെണ്ടിത്തരം തന്നെയാണ്. പക്ഷെ എന്റെ സംശയം കാരണം സംശയം നേരത്തെ പറഞ്ഞപ്പോൾ എന്നെ കുറെ പേര് വലിച്ചു കയറിയത്. അതുകൊണ്ട് സംശയം, ഇവരുടെ കഥയാണ് പറഞ്ഞതെങ്കിൽ, അല്ലെങ്കിൽ ഇവരുടെ കഥ എങ്ങനെ ഈ നിഷാദ് കോയക്ക് അറിഞ്ഞു, അല്ലെങ്കിൽ പുള്ളി പറയാണ് ഇത് എൻ്റെ കഥയാണെന്ന് പറഞ്ഞിട്ട് പുള്ളിൻ്റെ കഥ പുള്ളി പറയുമ്പോൾ ഇവർക്ക് എന്തിനാണ് ഇത്രത്തോളം ഒരു പ്രഷർ എന്നുള്ളതാണ്. കാരണം പടം ഇറങ്ങണ തലേ ദിവസം മുമ്പ് പടത്തിന്റെ കഥ ഇന്നതാണ് പറഞ്ഞിട്ട് പുള്ളി പറയുമ്പോൾ ഇതൊരാൾ പറയാണ്ട് അറിയില്ലല്ലോ, അല്ലെങ്കിൽ അവന്റെ സ്വന്തം സാധനങ്ങളിൽ തന്നെ ആയിരിക്കണം. എന്തുകൊണ്ടാണ് നിഷാദ് കോയ ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പോൾ ഇത്ര വറീഡ് ആവുന്നുള്ള കാര്യം അറിയുന്നില്ല. പിന്നെ പടം ഇറങ്ങുന്ന സമയത്താണ് അറിയാം ഇത് ഇങ്ങനെ തന്നെയാണല്ലോ എന്നുള്ളത്. കാരണം 15 മിനിറ്റ് കൂടുതൽ ആ ഒരു പോസ്റ്റ് ഇല്ല. അപ്പൊ നിഷാദ് കോയന്റെ പ്രതികരണം ഞാൻ ഇവിടേക്കാം. ഈ മലയാളി ഫ്രം ഇന്ത്യയുടെ ഡയറക്ടറുമായിട്ട് അല്ലെങ്കിൽ പ്രൊഡ്യൂസറുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടില്ല എന്ന് പറയുന്നത് തന്നെ നുണയാണ്. ഞാനത് കുറച്ച് പേപ്പറുകളൊക്കെ ആയിട്ട് ഇവിടെ വന്നത്, അതിനുള്ള എല്ലാ തെളിവുകളും എൻ്റെ കയ്യിലുണ്ട്. 2, ഞാൻ എൻ്റെ സിനിമയുടെ കഥ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ എന്തിനാണ് അവർ ടെൻഷൻ അടിക്കുന്നത്? അവരുടെ സിനിമയുടെ കഥയല്ലെങ്കിൽ ചോദ്യം ഒന്നാണ്. അവരുടെ സിനിമ അതായതുകൊണ്ടാണ് ആ രാത്രി തന്നെ എനിക്ക് കോളുകൾ വന്നത്. പ്രൊഡ്യൂസർ അസോസിയേഷനിൽ നിന്നും നമ്മുടെ ഫെഫ്കയിൽ നിന്നും ഒക്കെ ബന്ധപ്പെട്ട ആളുകൾ എന്നെ വിളിച്ച് എന്നോട് പറഞ്ഞു, നിഷാദ് ഇങ്ങനെ നമ്മളൊരു സിനിമ ഇറങ്ങിയല്ലേ, നമുക്ക് അതിൻ്റേതായ രീതിയിൽ വേറെ ലീഗലി നീങ്ങാം, അല്ലെങ്കിൽ നമുക്ക് പുറത്ത് സംസാരിക്കാം, എന്തായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് 30 കോടി രൂപ ബഡ്ജറ്റ് വന്നതാണ്, നിങ്ങളതൊന്ന് പിൻവലിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനത് പിൻവലിച്ചത്. അപ്പോൾ നമ്മൾ അത് തന്നെയാണ് ലിസ്റ്റിൻ സ്റ്റീഫനും പറഞ്ഞത്. ഇത് അതുകൊണ്ടാണ് ഈ സാധനം പിൻവലിച്ചത്, ഇത്രയും പേര് വിളിച്ച് പറഞ്ഞു എന്നുള്ളത്. പക്ഷെ നിഷാദ് കോയ എന്ന് പറഞ്ഞ ഒരു റൈറ്റർ ആ സമയത്ത് ഒന്ന് പാലിക്കേണ്ട ഒരു ചെറിയൊരു തന്നെ, കാരണം ഒരു പ്രൊഡ്യൂസറിന് നഷ്ടം വരുത്ത ലെവലില് പുള്ളി അന്ന് പ്രതികരിച്ചത് 1 മാസം മുമ്പോ അല്ലെങ്കിൽ ഇതിന്റെ ഷൂട്ടിംഗ് തുടങ്ങി എന്നറിഞ്ഞ സമയത്തോ
അല്ലെങ്കിൽ ഈ പൃഥ്വിരാജ് പറഞ്ഞു എന്നാണ്, പൃഥ്വിരാജ് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ചെറിയൊരു സിമിലാരിറ്റി തോന്നുന്നുണ്ടല്ലോ എന്നുള്ളത്. അപ്പോൾ ആ ഒരു സമയത്തോ ഇതൊരു പ്രതികരിച്ചതായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇത്ര ഒരു കോൺട്രവേഴ്സി വരില്ലായിരുന്നു, അതിൻ്റെതായ നിയമ നടപടിക്ക് പോയതാണെങ്കിൽ. പക്ഷെ നിഷാദ് കോയ ചെയ്തത് അങ്ങനെ ചെയ്യാതെ പടത്തിന്റെ തലേ ദിവസം തന്നെ ഈ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ ഒബ്വിയസ്ലി അത് മറ്റുള്ളവർക്ക് ചിലപ്പോൾ തോന്നും, ഇത് പടത്തിനെ തകർക്കാനുള്ള ഒരു ശ്രമമാണ്, അല്ലെങ്കിൽ ഇതൊരു നെഗറ്റീവായിട്ട് എന്തോ ഒരു ഇൻഡക്ഷനോടെയാണ് പുള്ളി ഇതിൽ വന്നിരിക്കുന്നുള്ളൂ. ഓട്ടോമാറ്റിക്കലി ചിന്തിക്കുന്നത് സ്വാഭാവികമാണ്. അത് അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം പുള്ളിക്ക് പുള്ളിൻ്റെതായ വൈകാരികങ്ങളുണ്ട്. കാരണം എൻ്റെ കഥ അത് മോഷ്ടിച്ച് സിനിമയാക്കി എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെതായ വൈകാരികത നമുക്ക് മനസ്സിലാവേണ്ട കാര്യമാണ്. കാരണം പുള്ളിൻ്റെ കുഞ്ഞിന് പെട്ടെന്ന് ഒരു ദിവസം വേറൊരാൾ എൻ്റെ കുഞ്ഞാണെന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിൻ്റെതായ ശാസ്ത്രീയ വശങ്ങളാണ് നിയമ നടപടികൾ. ആ നിയമ നടപടികൾ സ്വീകരിക്കാതെ ഒരു കോടതിയിൽ വിശ്വാസം പുലർത്താതെ ഇങ്ങനെ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു പോസ്റ്റ് ഇടുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അത് അങ്ങനെ പറയുന്നത്. കാഴ്ചക്കാർ അല്ലെങ്കിൽ പ്രേക്ഷകർ എന്നുള്ള ലെവലിൽ അതൊന്നും അറിയേണ്ട കാര്യമില്ല. പക്ഷേ ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ച് നിങ്ങൾക്ക് ഉള്ള പ്രശ്നം ഉണ്ടെങ്കിൽ അത് പരസ്പരം പറഞ്ഞു തീർക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നിലവിൽ പോയിട്ട് അത് നിയമ നടപടി സ്വീകരിക്കുക എന്നുള്ളതേ ഓപ്ഷനുള്ളൂ. നമ്മുടെ നടൻ ജയസൂര്യയുമായിട്ട് കഥ പറഞ്ഞു, പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു. പുള്ളി തന്നെയാണ് ജോഷ് സാറിനെ വിളിച്ച് ജോഷ് സാറിൻ്റെ വീട്ടിൽ പോയി, ജോഷ് സാറും കേട്ട് ഇഷ്ടപ്പെട്ടു, അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് വേണു കുന്നപ്പള്ളി ഇതിലോട്ട് പ്രൊഡ്യൂസറായിട്ട് വന്നതും നമ്മൾ അനൗൺസ് ചെയ്തതൊക്കെ. അപ്പോൾ അതിന് പ്രൊഡ്യൂസർ അസോസിയേഷനിൽ തന്നെയുള്ള ആൾക്കാരും എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. കാരണം സീനിയർ ഡയറക്ടറാണ്. ഈവൻ ഇപ്പം മമ്മൂക്കാണെങ്കിലും മമ്മൂക്കൊക്കെ നന്നായിട്ട് അറിയാം. പുള്ളി കഥ ഇഷ്ടപ്പെട്ടിട്ട് എന്നോട് ഇടയ്ക്ക് തന്നെ കാണുമ്പോൾ ചോദിക്കും, എന്താണ് നിൻ്റെ ഇൻഡോ പാർക്ക് എന്നൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് അതിൻ്റെ ഒരു ഭീകര ബഡ്ജറ്റ് വരുന്നൊരു സിനിമയാണത്. അന്നും ഇപ്പോൾ അവർ ചെയ്തത് തന്നെ ഇതാണ്. അപ്പോൾ ആ ഒരു ബഡ്ജറ്റിൻ്റെ ഒരു കൺസ്ട്രെയിൻ എല്ലാ ഭാഗത്തും ഉണ്ടായിരുന്നു. അപ്പോൾ അത് മാക്സിമം നമുക്കത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് വേണുചേട്ടൻ എല്ലാ രീതിയിലും ഒന്ന് ശ്രമിച്ചു നോക്കി. പിന്നെ ആ സമയത്ത് എനിക്ക് തോന്നുന്നത് ഗൾഫിൽ ചൂടുള്ള സമയമായിരുന്നു. അപ്പോൾ ആ ഷൂട്ടിംഗ് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ അതങ്ങനെ ഡ്രോപ്പ് ചെയ്ത് പോയതാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഡ്രോപ്പ് ചെയ്ത് ഒരു 5-6 മാസം കഴിഞ്ഞ് കാണും, ജയസൂര്യ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ആ കടയുടെ പേര് പറയുന്നില്ല, കേരളത്തിലെ തിരുവനന്തപുരത്ത് എറണാകുളത്തേക്കുള്ള ബ്രാഞ്ചുള്ളൊരു വസ്ത്രവ്യാപാര സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിൻ്റെ പരസ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡിജോ ആണ് അതിൻ്റെ ഡയറക്ടർ. അപ്പം ഞാൻ നമ്മുടെ കഥയുടെ എലമെൻ്റ് ഒന്ന് ഡിജോ എടുത്ത് പറഞ്ഞപ്പോൾ അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമുക്ക് അങ്ങനെ ആ രീതിയിലൊന്ന് പിച്ച് ചെയ്താലോ എന്ന് പറഞ്ഞ്, അതായത് നിഷാദ് എഴുതി ഡിജോ സംവിധാനം ചെയ്യുന്ന രീതിയിൽ പിച്ച് ചെയ്താലോ എന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങളൊന്ന് ഡിജോ ആയിട്ട് സംസാരിക്കും എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഡിജോനെ വിളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞിങ്ങനെ കഥ കാണില്ല, അത് ജേട്ടൻ പറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ വെർഷൻ തന്നെയാണ് എനിക്ക് കിട്ടിയത്. എൻ്റെ ഫാമിലി ചെറിയൊരു പരിപാടികളിലാണ്, പക്ഷെ അത് കാരണം ഞാൻ തിരിച്ചു വിളിച്ചോളാട്ടോ എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ 2-3 പ്രാവശ്യം ഞാൻ വിളി പ്രതീക്ഷയ്ക്ക് ഇരുന്ന്, പിന്നെ അവിടുത്തെ ഇനി എന്തെങ്കിലും അവർക്ക് അത്ര താല്പര്യം ഉണ്ടായിക്കൊണ്ട് അങ്ങോട്ട് കയറി വിളിക്കാമോ. ഇതിൽ മെയിനായിട്ടുള്ള പ്രശ്നം എന്താ വെച്ചാൽ, ഇത് ഡിജോൻ്റെ ഒരു കാര്യങ്ങൾ പറഞ്ഞു, ജയസൂര്യ കാര്യം പറഞ്ഞു, ഇന്ന പടമാണ് കഥയെന്നൊക്കെ പറഞ്ഞു വന്നു. പിന്നെ തിരിച്ചിട്ട് ശരിക്കും ഒരു സിനിമ കാണുന്ന പറ്റുള്ളതാണ്. അത് ആ ഒരു കഥ മോഷ്ടിച്ച് വേറൊരു പടം നിലവിൽ വേറൊരു രീതിയിൽ, വേറൊരു റൈറ്ററിനെ വെച്ച് വേറൊരു രീതിയിൽ എടുത്തുന്നുള്ളൂ. കാരണം ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ സെയിം തന്നെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്ക്രിപ്റ്റ് എന്ന് വെച്ചാൽ ഈ നിഷാദ് കോയ എന്ന് പറഞ്ഞ റൈറ്റർ എഴുതിയ സ്ക്രിപ്റ്റും അതും സെയിം ആണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ നിഷാദ് കോയൻ്റെ കഥ ശരിക്കും അതേപോലെ ആണോ എന്നുള്ള കാര്യം അറിയണം. അത് അറിയാനുള്ള മെയിൻ ഓപ്ഷനുള്ള ഒന്ന് നമ്മുടെ ഇതിൻ്റെ കഥയായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ച ജയസൂര്യക്കും ജോഷി സാറും പിന്നെ മമ്മൂക്ക ഇങ്ങനെയുള്ളവർക്ക് അറിയാൻ പറ്റും ഇത് ശരിക്കും എന്താണെന്നുള്ളത്. ഇനി അതൊന്ന് മോഷ്ടിച്ചിട്ടോ അതിൽ ഉള്ളിലുള്ള ചെറിയ മാറ്റങ്ങളും കാര്യങ്ങളെല്ലാം വരുത്ത് കോമഡി എലമെൻ്റൊക്കെ കൂട്ടിയിട്ടുണ്ട് എന്ന് ഇതിൻ്റെ പറഞ്ഞ കാര്യമില്ല. പിന്നെ ഇതിൻ്റെ മുമ്പ് ഡിജോ തന്നെ പറയണ്ടായിരുന്നു, ചങ്ക്സ് ക്യൂവിന് രണ്ടിൻ്റെ ഒരേ പ്രമേയമല്ല. കാരണം ഒരു ഇന്നൊരു ക്ലാസ്സിലോട്ട് ഒരു പെൺകുട്ടി കയറി വരുന്നു, പിന്നെ ഉണ്ടാവുന്ന ഒരു സംഭവ വികാസമാണ് രണ്ടിൻ്റെയും കഥ തന്തു. അതിൽ ക്യൂൻ വേറെ ഡിഫറെൻറ്റ് വേയിൽ പോയി, മറ്റത് വേറെ ഡിഫറെൻറ്റ് വേയിൽ പോയി, അങ്ങനെയാണ്. ഇതും ചിലപ്പോൾ അങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ വിളിച്ചതിനെക്കുറിച്ചും സംസാരിച്ചതിനെക്കുറിച്ചും പറഞ്ഞത് പുള്ളി വിളിച്ചു, അവരാരും എടുത്തില്ല എന്നുള്ള കാര്യമാണ്. അല്ലെങ്കിൽ ഒരു റെസ്പോണ്ട് ചെയ്തില്ല, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഡിജോയ്ക്ക് മെസ്സേജ് അയച്ചു എന്നൊക്കെ പുള്ളി പറയുന്നത്. ഞാൻ അതും കൂടെ വെക്കാം. ഞാൻ ആ തന്നത് ഡിജോയുടെ തന്നെ നമ്പറാണോ എന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. അതുകൊണ്ട് നമ്പറും കൂടെ വരുന്ന പേപ്പറാണത്. ഇത് നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം. ഇത് 2023 ഫെബ്രുവരി മാസം അല്ലേ? അതെ, മാർച്ച് മാസം. 9 മാർച്ച് 2023 നടന്ന സംഭവമാണ്.
ഇതിൻ്റെ തന്നെ നമ്മൾ അനൗൺസ് ചെയ്ത ജയസൂര്യയുടെ ബർത്ത്ഡേക്ക് അനൗൺസ് ചെയ്ത 2021 അവർ ഒരു 1.25 വർഷത്തെ അധ്വാനമാണ് ഇതിന് പുറകിൽ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അധ്വാനം നിങ്ങൾ ആലോചിച്ചു നോക്കി, 2021 ഞാൻ അനൗൺസ് ചെയ്ത സിനിമയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണത്. ഇത് ഞാൻ മാത്രമല്ല, നിങ്ങൾക്ക് ജയസൂര്യയുടെ ബോളിലും ചിലപ്പോൾ ഉണ്ടാവും, ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുടെ ബോളിലൊക്കെ ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ മെസ്സേജ് ഡിജോന് അയച്ച കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ സ്ക്രിപ്റ്റ് അയച്ച കാര്യം, ഇതിന് ശേഷം അതല്ലെങ്കിൽ ഇതിൽ ഇമീഡിയറ്റ് ആയിട്ട് ഡിജോ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു? ഏകദേശം അതിൻ്റെ കണ്ടന്റ് ഞാൻ പറയാം. ഞാൻ ഹൈ ഡിയർ ഐ ആം നിഷാദ് കോയ എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് അയച്ചു. ഞാനിങ്ങനെ രാജുവിനെ കണ്ടിരുന്നു, അപ്പോൾ നിങ്ങൾ ചെയ്യാൻ പോകുന്ന സിനിമയുടെ കഥ എൻ്റെ സിനിമയുമായിട്ട് ബന്ധമുണ്ട് എന്ന്, സാമ്യമുണ്ട് എന്ന് രാജു പറഞ്ഞു. അപ്പോൾ ഒന്ന് തിരിച്ചു വിളിക്കാവോ എന്ന് പറഞ്ഞിട്ടാണെന്നാണ് അതിൻ്റെ വോയിസ് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ കേൾപ്പിച്ചു തരാം. അപ്പോൾ തിരിച്ച് മെസ്സേജ് രാജു ചേട്ടൻ എന്നോടും പറഞ്ഞിരുന്നു, ചേട്ടാ ഞങ്ങൾ ഇതിൻ്റെ ഒരു ഫൺ പരിപാടിയാണ്, ഇതൊരു ഫൺ പരിപാടിയാണ്, ഇതൊരു പാകിസ്ഥാനി ഉണ്ടെന്നേ ഉള്ളൂ, ആ കഥയുമായിട്ട് ബന്ധമൊന്നുമില്ല എന്ന് പറഞ്ഞു. കാരണം ഈ കഥ ഡിജോക്ക് അറിയാവുന്നതുകൊണ്ടാണ് പറഞ്ഞത്, കഥയായിട്ട് ബന്ധമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, എന്നാലും ഞാൻ എൻ്റെ സ്ക്രിപ്റ്റ് ഒന്ന് അയക്കുന്നുണ്ട്, എന്തെങ്കിലും സാമ്യം ഉണ്ടെങ്കിൽ എബിയും ഇതേ ഇന്നലെ ലിസ്റ്റിൻ പറഞ്ഞ അതേ ഡയലോഗ് തന്നെയാണ് ഞാൻ പറഞ്ഞത്. എബിയും വിമാനം പോലെ ആയി പോകരുത്, ആർക്കും ഗുണം ചെയ്യാണ്ടായി പോകില്ലേ എന്ന് പറഞ്ഞിട്ട് ഇട്ടു, സ്ക്രിപ്റ്റ് ഇട്ടു. അതിന് ശേഷം എനിക്കൊരു റിപ്ലൈ തന്നിട്ടില്ല, അതും ഈ സ്ക്രീൻഷോട്ടിലുണ്ട്. അപ്പം അത് കഴിഞ്ഞു ഞാനോർത്ത്, പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ ഒരു സിനിമ മാത്രം, സാധാരണ നമ്മളൊരു സിനിമ തുടങ്ങുമ്പോൾ നിവിൻ പോളി ഡിജോ സിനിമ ദുബായിൽ ചിത്രീകരണം ആരംഭിച്ചു അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ചിത്രീകരണം ആരംഭിച്ചു എന്നൊരു വാർത്ത കാണും. നിങ്ങൾ ഈ സിനിമയിൽ അങ്ങനെ ഒരു വാർത്ത നിങ്ങൾക്ക് ചിലപ്പോൾ തപ്പിയാൽ കിട്ടില്ല. ആരെങ്കിലും അവിടെ നിന്നുള്ള ആൾക്കാർ എടുത്ത് ഫോട്ടോ ഇട്ട് തരാണ്ട് അങ്ങനെ ഒരു വാർത്ത നിങ്ങൾക്ക് കാണില്ല. കാരണം അത് ബോസൻ കമ്പനിയുടെ ഒരു കണ്ടിന്യൂഷൻ പോലെ അവിടെ അതിൻ്റെ ഷൂട്ടിംഗ് ആയിട്ട് നടത്തി പോവായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഈ സിനിമയ്ക്ക് പാകിസ്ഥാനായിട്ട് കാണിക്കുന്നത് നോർത്ത് ഇന്ത്യൻ എപ്പിസോഡുകളുണ്ട്. സാധാരണ ഒരു സിനിമയിൽ നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി ഷൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ബഡ്ജറ്റിൻ്റെയും അതിൻ്റെ ഒരു വലിപ്പവും കാണിക്കാൻ വേണ്ടിയിട്ട് നിവിൻ പോളി സിനിമ ഇന്ന സ്ഥലത്ത് ഷൂട്ട് ചെയ്യുന്നതൊക്കെ പറഞ്ഞൊരു വാർത്ത വരും, നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഇതിൻ്റെ പ്രൊമോഷനിൽ പോലും ഒരു ഇൻ്റർവ്യൂവിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ പറയുണ്ടായി, പ്രൊമോഷൻ പോലും ചെയ്യാൻ ഇവർ സമ്മതിച്ചില്ല, പിന്നെ ഞാൻ നിർബന്ധിച്ചിട്ടാണ് ഇത്രയെങ്കിലും ചെയ്തതെന്ന്. എന്തെങ്കിലും ഒരു കള്ളത്തരം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും തെമ്മാടിത്തരമായിട്ടുള്ള കാര്യമാണ്. കാരണം ഒരാളുടെ കണ്ടന്റ് വേറൊരാൾ ഉപയോഗിച്ച് കഥയും കേട്ട് പോയി പറ്റില്ല എന്ന് പറഞ്ഞ് പുള്ളിൻ്റെതായ രീതിയിൽ ഇത് എൻ്റെ സിനിമയാണ് പറഞ്ഞ് ഉണ്ടാക്കുന്നത് ശരിക്കും തെണ്ടിത്തരമാണ്. ഫിലിം ഇൻഡസ്ട്രിയിൽ നടക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇത് പുതുമയുള്ള കാര്യമൊന്നുമല്ല. നമ്മൾ പണ്ട് തൊട്ടേ സരോജ്കുമാർ തൊട്ടേ നമ്മൾ കണ്ടിട്ടുള്ളത് തന്നെയാണ് ഈ സിനിമ ഇൻഡസ്ട്രിയിലുള്ള സെറ്റപ്പുകൾ എന്തൊക്കെയാണെന്നുള്ളത്. പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് തെണ്ടിത്തരം തന്നെയാണ്. അതല്ല ഇത് വെറും ഒരു ആരോപണമാണെന്നുണ്ടെങ്കിൽ നിഷാദ് കോയൻ്റെ സ്ക്രിപ്റ്റ് ഫുൾ ഇത് ഇങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങൾ ഇതാക്കുക. കാരണം ഒരു ത്രെഡ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ റൈറ്റർമാർ വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കും. ആ ത്രെഡ് കിട്ടി ചിലപ്പോൾ ചെയ്തതായിരിക്കാം, ചിലപ്പോൾ അല്ലാതിരിക്കാം. എന്നിരുന്നാൽ കൂടി നിയമം ഇത് ആരിൻ്റെ ഭാഗത്താണോ ശരിയെന്നുള്ളത് നമുക്ക് വലിയ ദിവസങ്ങളിൽ നമുക്കറിയാൻ പറ്റും. ഇതിപ്പോൾ ആര് പറയണത് ശരി, ആര് വേണം നുണയാന്നുള്ളത്. കാരണം കട്ടു എന്നുള്ള ഒരു കള്ളന് സമ്മതിക്കില്ല ഞാൻ കട്ടു എന്നുള്ളത്. പിന്നെ തല്ലി പറയിപ്പിക്കണം എന്നല്ലാതെ വേറൊന്നുമില്ല. കാരണം ആ സിനിമ ഇനിയിപ്പോൾ എത്രത്തോളം ഈ തിയേറ്ററുകളിൽ ഓടുന്നുള്ള കാര്യത്തിന് സംശയമില്ല. കാരണം ഇത് എത്രത്തോളം ആൾക്കാർ ഏറ്റെടുക്കും. കാരണം സെക്കൻഡ് ഹാഫ് വെച്ച് നോക്കുമ്പോൾ പടം അങ്ങോട്ട് ഇതായില്ല എന്നുള്ളതും വാസ്തവമുള്ള കാര്യമാണ്. പക്ഷേ അതിലുപരി ഇതിൻ്റെ പുറകെ ഒരു കോൺട്രവേഴ്സി നടക്കുന്നുള്ളതും പ്രേക്ഷകരിന് അറിയേണ്ട കാര്യമില്ല. കാരണം പ്രേക്ഷകന് വേണ്ടത് നല്ലൊരു കണ്ടന്റാണ്. ആ കണ്ടന്റുള്ള പടത്തിൽ പ്രേക്ഷകർ